പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നാം ദിവ്യകാരുണ്യ സന്നിധിയിലാണല്ലോ. നമ്മുടെ പ്രഭാതത്തിലെ അധ്വാനങ്ങളെല്ലാം കഴിഞ്ഞ് ഈ സന്ധ്യാസമയം ദൈവം നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാനും അവിടുന്ന് നമ്മോട് കാട്ടിയ സ്നേഹത്തെ പ്രതി നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുവാനും നാം ഈ ദൈവാലയത്തിൽ ദിവ്യകാരുണ്യനാഥൻ്റെ മുമ്പിൽ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം, നമുക്ക് നന്ദി പറയാം. അവിടെ നമ്മെ കാത്തു പരിപാലിച്ച് വഴി നടത്തി എല്ലാവിധ അപകടങ്ങളിലും ആപത്തുകളിൽ നിന്നും സംരക്ഷിച്ച് അവിടുത്തോടു കൂടെ ആയിരിക്കുവാൻ നൽകിയ ഈ വലിയ കൃപയോർത്ത് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവത്തെ നമുക്ക് നന്ദി പറയാം. യേശുവേ, നിനക്ക് ആരാധന. ദൈവമേ, നിനക്ക് നന്ദി, നിനക്ക് സ്തോത്രം, അവിടത്തേക്ക് മഹത്വം. എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് അവിടുത്തെ ആരാധിച്ചുകൊണ്ട് ഒരു ഗാനം ആലപിച്ച് തിരുനാമത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കലും ഉപേക്ഷിക്കാത്ത, തള്ളിക്കളയാത്ത, മാറ്റി നിർത്താത്ത സ്നേഹമാണ് ദൈവസ്നേഹം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 49-15-16 വാക്യങ്ങൾ സിയോൻ പറഞ്ഞു, ദൈവമേ, അങ്ങ് എന്നെ ഉപേക്ഷിച്ചു. അവിടുന്ന് അരുൾ ചെയ്തു, മുല്ല കുടിക്കുന്ന കുഞ്ഞിന് പെറ്റമ്മയ്ക്ക് മറക്കാനാവുമോ? പെറ്റമ്മ തൻ്റെ കുഞ്ഞിനോട് കരുണ കാട്ടാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കില്ല, നിന്റെ പേര് ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ എഴുതി സൂക്ഷിക്കുന്നു. യെശയ്യാ 43 തന്നെ പറയുന്നു, യാക്കോബെ നിന്നെ സൃഷ്ടിക്കുകയും ഇസ്രായേലിനെ നിന്നെ രൂപപ്പെടുത്തുകയും ചെയ്ത കർത്താവിൽ ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, നീ എൻ്റേതാണ്, നിന്നെ ഞാൻ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു. നീ അഗ്നിയിലൂടെ നടന്നാൽ നിനക്ക് പൊള്ളലേൽക്കുകയില്ല, ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല. ആടിയിലൂടെ നീ നടന്നാൽ അത് നിന്നെ മുക്കിക്കളയുകയില്ല. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. യെശയ്യാ 43:4 പറയുന്നു, നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഇവിടെ ആയിരിക്കുന്ന ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിന് വിലപ്പെട്ടവരാണ്, അമൂല്യരാണ്. കാരണം തൻ്റെ ഛായയിലും സദൃശ്യത്തിലുമാണ് ദൈവം നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിനാൽ നല്ലവനായ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രഗീതം ആലപിച്ച് ആരാധിച്ച് അവിടുത്തെ നമുക്ക് മഹത്വപ്പെടുത്താം.
നടത്തണേ തിരുഹിതം പോ. കരങ്ങളടിച്ച് കരങ്ങൾ കൂട്ടി പാടി ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ജീവിതത്തിൻ്റെ വേദനകളിലും പ്രശ്നങ്ങളിലും ദുഃഖങ്ങളിലും ദുരിതങ്ങളിലും ആകുലതകളുമൊക്കെ നാം തളർന്നു പോകുമ്പോൾ നമ്മെ ഉപേക്ഷിക്കാത്ത ഒരു സ്നേഹമാണ് ദൈവം. നമ്മെ തള്ളിക്കളയാത്ത ഒരു സ്നേഹമാണ് ദൈവം. നമ്മെ മാറ്റി നിർത്താതെ ചേർത്ത് പിടിക്കുന്ന ആ നല്ലവനായ ദൈവത്തിനു മുമ്പിൽ നമ്മെ തന്നെ പരിപൂർണമായി സമർപ്പിച്ചുകൊണ്ട് അവിടുത്തെ നമുക്ക് ആരാധിക്കാം. കരങ്ങളടിച്ച് ശക്തിയോടെ നമുക്ക് അവിടെ പാടി സ്തുതിക്കാം. ദൈവം നമ്മെ നിർത്തിയതാ. ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങൾ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥന് സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോ. നിന്റെ പാദങ്ങൾ കല്ലാൽ തട്ടാതിരിക്കുവാൻ തൻ്റെ ദൂതന്മാരോട് പറയുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഇസ്രായേൽ തേനും പാൽ മുഴുകുന്ന കാനായിലേക്കുള്ള യാത്രയിൽ ചെങ്കടൽ കടത്തി അവർക്ക് വിശന്നപ്പോൾ മാലാഖമാരുടെ ഭോജനം സ്വർഗീയ അപ്പം നൽകി കാത്തുപരിപാലിച്ച ഒരു ദൈവമുണ്ട്. മാറായിൽ വെച്ച് അവർക്ക് മധുരമുള്ള ജലം നൽകി അനുഗ്രഹിച്ച ഒരു ദൈവമുണ്ട്. വിശന്നപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് കാടപ്പക്ഷി നൽകിയ ഒരു ദൈവമുണ്ട്. നിന്റെ ജീവിതത്തിൻ്റെ വേദനകൾ, പ്രയാസങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങളൊക്കെ നീ കണ്ണുനീരോടുകൂടി അവിടുത്തെ തിരുമുമ്പിൽ പ്രാർത്ഥിച്ചാൽ നിനക്ക് മുമ്പിൽ കണ്ണു തുറക്കുന്ന, അനുഗ്രഹം വർഷിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട്. ഒരിക്കലും ഉപേക്ഷിക്കാത്ത ആ സ്നേഹത്തിന് മുമ്പിൽ നമ്മെ തന്നെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടാം. സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സാധ്യതകളോ അസ്തമിച്ചു പോയിടുമ്പോ, സോദരങ്ങളോ അകന്നു മാറിടുമ്പോ, സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. സ്നേഹത്താൽ വീണ്ടെടുക്കും യേശുനാഥൻ സകലത്തിലും ജയം നൽകുമല്ലോ. ഇത്രത്തോളം ജയം തന്ന
കരങ്ങൾ ഉയർത്തി. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുവിതമ്പോ. രണ്ട് കരങ്ങൾ ഉയർത്തി നമുക്ക് എല്ലാവർക്കും സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും സ്തുതിച്ച് യേശുവേ നന്ദി കർത്താവേ, നന്ദി. ആരാധിക്കുന്ന കർത്താവേ, ആരാധിക്കുന്ന നന്ദി പറയുന്ന കർത്താവേ, ഇതുവരെ അവിടെ നടത്തിയ കൃപകളെ ഓർത്ത് അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയുന്ന കർത്താവേ, അവിടുത്തെ മക്കളോട് കരുണയായിരിക്കണമേ. രോഗങ്ങൾ, ഭാരങ്ങൾ, ദുഃഖങ്ങൾ, ദുരിതങ്ങൾ, ആകുലതകൾ, നിരാശകൾ ഇതെല്ലാം ഞങ്ങൾക്ക് മോചനം നൽകണമേ. അവിടുത്തെ ശക്തിയാൽ ഞങ്ങൾ നിറയ്ക്കണമേ കർത്താവേ. എല്ലാ ദുഃഖങ്ങളും മാറിപ്പോകട്ടെ. യേശുവിന്റെ കൃപയിൽ എല്ലാ മക്കളും സൗഖ്യപ്പെടട്ടെ, അനുഗ്രഹം പ്രാപിക്കട്ടെ. എല്ലാ വേദനകളും രോഗങ്ങളും അവിടുന്ന് എടുത്തു മാറ്റി സൗഖ്യത്തിന്റെ കരങ്ങൾ നേടി എല്ലാ മക്കളെയും അവിടുന്ന് കാത്തു പരിപാലിക്കണമേ. യേശുവേ സ്തുതിക്കുന്ന കർത്താവേ, സ്തുതിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്ന ആരാധിക്കുന്ന. Praise the Lord. Hallelujah. Hallelujah. കർത്താവായ യേശുവേ, അവിടുത്തെ തിരുമുമ്പിൽ ആരാധിക്കുന്ന എല്ലാ മക്കളെയും ആശീർവദിക്കണമേ, അനുഗ്രഹിക്കണമേ. രോഗങ്ങൾ, കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, വേദനകൾ, ആകുലതകൾ, നിരാശകൾ, അപകടങ്ങളിൽ നിന്നും മോചനം നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ, അവിടുത്തെ സ്നേഹത്തിൽ നിന്ന്, അനുഗ്രഹങ്ങളിൽ നിന്ന് ഒരിക്കലും അകന്നു പോകുവാൻ ഇടയാകരുതേ. കർത്താവേ, അവിടുത്തെ ആത്മാവിനെ ഞങ്ങളിൽ വർഷിക്കണമേ. അവിടുത്തെ വചനത്താൽ, സ്നേഹത്താൽ, അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ. അവിടുത്തെ സ്നേഹത്തിൽ നിന്ന്, വചനത്തിൽ നിന്ന്, അനുഗ്രഹത്തിൽ നിന്ന് ഞങ്ങളെ അകറ്റുന്ന പിശാചിന്റെ പ്രലോഭനങ്ങളിൽ നിന്ന്, ദുരാശകളിൽ നിന്ന് അവിടുന്ന് ഞങ്ങളെ കോട്ടകെട്ടി സംരക്ഷിക്കണമേ. അവിടുത്തെ വിശുദ്ധ വചനങ്ങൾ ശ്രവിക്കാൻ, ഗ്രഹിക്കാൻ, പ്രാർത്ഥിക്കാൻ, ധ്യാനിക്കാൻ കൃപ നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ, നിനക്ക് സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിക്കണമേ.
പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യം വാഴുന്ന പരിശുദ്ധ പരമദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കുക. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. പരസ്പരം നമുക്ക് സ്തുതി പറയാം. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. ഈശോമിശിഹായി സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. Praise the Praise the Lord. Lord. ഹല്ലേലൂയ. Hallelujah. ഇരിക്കാം. യേശുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, എല്ലാവർക്കും സുഖമാണല്ലോ. പുറത്ത് നല്ല മഴയാണല്ലേ. പുറത്ത് നല്ല മഴയുണ്ട്. അകത്ത് തറയിലിരിക്കുന്നവർക്ക് തണുപ്പുമുണ്ട്. തമ്പുരാൻ്റെ കൂടെ ഈ സന്ധ്യാസമയത്ത് അവിടുത്തെ ആരാധിക്കുവാൻ, അവിടെ നൽകിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുവാൻ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ അൽത്താരയ്ക്ക് ചുറ്റും ഒരുമിച്ചിരിക്കുകയാണ്. പലപ്പോഴും ഞാൻ സൂചിപ്പിക്കുന്നൊരു വാക്കാണ്, നമ്മുടെ ജീവിതത്തിൽ വേദനകൾ വരുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്, ദൈവമേ ഈ വേദനയൊന്ന് എടുത്തു മാറ്റണമേ എന്ന്. അല്ലേ, നമ്മൾ പ്രാർത്ഥിക്കില്ലേ, ഈ വേദനയൊന്ന് എന്നിൽ നിന്ന് എടുത്തു മാറ്റണമേ. ചിലപ്പോഴൊക്കെ എനിക്കും ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാനും കർത്താവിനോട് പറയും, ഈശോയെ എൻ്റെ ഈ വേദനകളൊന്ന് എടുത്തു മാറ്റണമേ, എനിക്ക് സൗഖ്യം തരണമേ എന്നൊക്കെ ഞാനും നിങ്ങളും ഒക്കെ നമ്മുടേതായിട്ടുള്ള പ്രശ്നങ്ങളിലും പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും രോഗങ്ങളിലും വേദനകളിലും പ്രതിസന്ധികളിലുമൊക്കെ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ നന്ദി. പക്ഷെ എന്നാലും ചില അവസരങ്ങളിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ ഒരു വേദന തീരും മുമ്പേ മറ്റൊന്ന് വരും. ഒരു വേദന തീരും മുമ്പേ മറ്റൊരു വേദന എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? നമ്മളൊരു പഴമൊഴി പറയില്ലേ, പാമ്പ് കടിച്ചവൻ്റെ തലയിൽ ഇടിവെട്ട് ഏറ്റതുപോലെ. ഒരു പ്രയാസം മാറുമ്പോൾ മറ്റൊരു പ്രയാസം, ഒരു ദുഃഖം മാറുമ്പോൾ മറ്റൊരു ദുഃഖം, ഒരു പ്രതിസന്ധി മാറുമ്പോൾ മറ്റൊരു പ്രതിസന്ധി, ഒരു പ്രയാസം മാറുമ്പോൾ മറ്റൊരു പ്രയാസം, ഒരു പ്രശ്നം മാറുമ്പോൾ മറ്റൊരു പ്രയാസം. അങ്ങനെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ദുഃഖങ്ങളും ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുന്നു. നമ്മൾ ചിന്തിക്കുമ്പോൾ കടലോരത്ത് ചെന്ന് നിൽക്കുമ്പോൾ ഒരു തിരമാല മാറുമ്പോൾ അടുത്ത തിരമാല, അത് മാറുമ്പോൾ അടുത്ത തിരമാല, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായിട്ട് ജീവിത പ്രശ്നങ്ങൾ ഇങ്ങനെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ശ്രീബുദ്ധൻ പറയുന്നത് ഇങ്ങനെയാണ്, മനുഷ്യർ ഒഴുക്കിയ കണ്ണുനീര് അതൊക്കെ ഒന്ന് കൂട്ടിയെടുത്താൽ കടലോളം മനുഷ്യർ കണ്ണുനീർ വാർത്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്രമാത്രം മനുഷ്യർ കരയുകയാണ്. ചിലപ്പോഴൊക്കെ നമുക്ക് ചില മറികടക്കാൻ പറ്റാത്ത ചില പ്രതിസന്ധികൾ വരുമ്പോൾ നമ്മൾ പൊട്ടിക്കരയാറുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ ഈ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മാതാപിതാക്കൾ ചിലപ്പോഴൊക്കെ നമുക്ക് തല്ല് തരാറുണ്ടല്ലേ. ഇപ്പോഴും തല്ല് കൊള്ളുന്നവരുണ്ടല്ലേ. തല്ല് കൊള്ളാറുണ്ടോ? അപ്പനും അമ്മയ്ക്ക് തല്ലുമ്പോഴും നിങ്ങൾ ആരെങ്കിലും പറയൂ, ഓ അടിച്ചതിന് നന്ദി, പപ്പയ്ക്ക് നന്ദി, എനിക്ക് തല്ല് തന്നതിന് അമ്മയ്ക്കൊരു നന്ദി എന്നാരെങ്കിലും പറയാറുണ്ടോ? ഉണ്ടോ? ആരുമില്ല അല്ലേ. നമ്മളെന്ത് പറയും? നമുക്ക് നല്ല നല്ല ദേഷ്യം വരും അല്ലേ. ഞാനും ഒരാളാകട്ടെ അപ്പം കാട്ടിത്തരാം എന്ന് നമ്മൾ പറയും അല്ലേ. അങ്ങനെ നമ്മളൊക്കെ നോക്കണം. എന്നാൽ നമ്മളാരും അങ്ങനെ തല്ലാറില്ല അപ്പനും അമ്മയും. ഒരിക്കലും നമ്മൾ അപ്പനും അമ്മയും നമ്മൾ തല്ലിയാലും നമ്മൾ നന്ദി പറയാറില്ല. പക്ഷെ നമ്മൾ ചില ജീവിത പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലൂടെയൊക്കെ നടന്നു പോകുമ്പോഴും നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. ദൈവമേ നന്ദി, നീ തന്ന എല്ലാ അനുഗ്രഹത്തിനും നന്ദി, നീ നൽകിയ എല്ലാ കൃപകളെയും ഓർത്ത് നന്ദി
എല്ലാ പ്രശ്നങ്ങളിലും നീ എന്നെ കടാക്ഷിച്ച് നടി നടത്തിയതിന് നന്ദി. നമ്മളെല്ലാത്തിനും ദൈവത്തിന് നന്ദി പറയും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ മൃഗശാലയിൽ പോയി കഴിഞ്ഞാൽ ജിറാഫിനെ കണ്ടുണ്ടല്ലേ? ജിറാഫ് നല്ല പൊക്കവും തടിയൊക്കെയുള്ള ജിറാഫ്. ഈ ജിറാഫ് കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ, ജിറാഫിൻ്റെ കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞാൽ അത് ഇങ്ങനെ പ്രസവിച്ച് വീഴുമ്പോഴേ തന്നെ ഈ തള്ള ജിറാഫ് എന്ത് ചെയ്യുന്നറിയാമോ? അതിൻ്റെ 2 പിൻകാലുകൾ കൊണ്ട് ഈ കുട്ടി ജിറാഫിനെ 2 തട്ട് നല്ല വയറ്റത്തിട്ട് ഒരൊറ്റ അടിയിട്ട് കൊടുക്കും, ചവിട്ടി കൊടുക്കും. അപ്പോൾ കുഞ്ഞിനെന്ത് ചെയ്യും? വേദനിക്കുമോ? പാവം അല്ലേ? കുഞ്ഞിന് വേദനിക്കും. ജനിച്ചു വീഴുന്ന കുഞ്ഞല്ലേ, കുഞ്ഞിന് വേദനിക്കും. കുഞ്ഞെന്ത് ചെയ്യും? നമ്മൾ സാധാരണയായിട്ട് അമ്മമാർ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകുമ്പോൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഇങ്ങനെ കുഞ്ഞിനെ ഒന്ന് പിച്ചു കൊടുക്കും അല്ലേ? അങ്ങനെ കേട്ടിട്ടുണ്ട്, എനിക്കറിയത്തില്ല. കരയാത്ത കൊച്ചിന് അത് സംസാരം കൊണ്ടോ എന്നൊക്കെ അറിയാൻ വേണ്ടി സാധാരണ കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ ഡോക്ടേഴ്സ് നഴ്സുമാരൊക്കെ ഒരു പിച്ചു കൊടുക്കുമെന്ന് പറയും. അപ്പോൾ കുഞ്ഞ് നീട്ടി വിളിച്ച് കരയും. അതുപോലെ ഈ തള്ള ജിറാഫ് കുഞ്ഞു ജിറാഫിനെ കാലുകൊണ്ട് വയറ്റത്തിട്ടൊറ്റ തട്ട് കൊടുക്കും. അപ്പം അത് നന്നായിട്ട് വേദനിക്കും. അപ്പം അതെന്ത് ചെയ്യും? കരയും, ഉച്ചത്തിൽ കരയും. അപ്പം അമ്മ ജിറാഫിന് മനസ്സിലായി, എൻ്റെ കുഞ്ഞിന് എന്തുണ്ട്? ജീവനുണ്ട്, അതിനെന്തുമുണ്ട്? ശബ്ദവും ഉണ്ട്. അപ്പം അമ്മയ്ക്ക് സന്തോഷമായി. തീർന്നില്ല, അമ്മ അടുത്തെന്താ ചെയ്യണമെന്ന് അറിയാം, വീണ്ടും കാലുകൊണ്ട് ചവിട്ടി കൊടുക്കും. അപ്പം നോക്കുമ്പോൾ പാവം. അപ്പോൾ ഈ കുഞ്ഞു ജിറാഫ് വിചാരിക്കുന്നത് എന്തൊരു അമ്മയാണ്, ഇതൊരു ഭയങ്കരിയാണ്. ഞാൻ ജനിച്ച് വീണ ഉടനെ തന്നെ എന്നെ കാലുകൊണ്ട് ചവിട്ടുന്നു, വീണ്ടും ചവിട്ടുന്നു. അപ്പോൾ കുഞ്ഞ് പതുക്കെ എന്ത് ചെയ്യുന്നിട്ട് ഉറയ്ക്കാത്ത കാലുകൊണ്ട് ഈ കുഞ്ഞ് ജിറാഫ് പതുക്കെ അങ്ങ് എഴുന്നേൽക്കും, പതുക്കെ അങ്ങ് എഴുന്നേൽക്കും. അപ്പോൾ അമ്മയ്ക്ക് മനസ്സിലായി, ഈ കുഞ്ഞിന് അതിൻ്റെ പിഞ്ച് കാല് വെച്ച് എഴുന്നേറ്റ് നടക്കാനുള്ള ആരോഗ്യം എന്തിനുണ്ട്? ഈ കുഞ്ഞു ജിറാഫിനുണ്ട്. അമ്മയ്ക്ക് സന്തോഷമായി. തീർന്നില്ല, അമ്മ വീണ്ടും കാലുകൊണ്ട് ചവിട്ടും. കാലിൻ്റെ ഈ ശക്തിയുള്ള ചവിട്ട് കാണും, ഈ കുഞ്ഞു ജിറാഫ് തെറിച്ച് എന്ന് വീഴും. വീഴുമ്പോൾ ഈ അമ്മയെ നോക്കി മനസ്സുകൊണ്ട് ഇത് പറയും, ക്രൂരയായിട്ടുള്ളൊരമ്മയാണ്, ഭയങ്കരിയാണ്. ഇത്രമാത്രം ക്രൂരത കാട്ടുന്ന ഒരമ്മ ഈ ലോകത്തുണ്ടാകില്ല എന്ന് ഈ കുഞ്ഞു ജിറാഫ് വിചാരിക്കും. പക്ഷേ അങ്ങനെ ഈ ദൂരേക്ക് വിടുമ്പോഴും അടുത്ത അമ്മ അടുത്തോട്ട് പോകുമ്പോൾ കുഞ്ഞു ജിറാഫ് എന്ത് ചെയ്യും? വീണ്ടും എന്നെ ചവിട്ടാനാണ് വരുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യും? ഓടാൻ തുടങ്ങും. ഓടുമ്പോഴെന്താ, ഈ അമ്മ ജിറാഫ് വിടില്ല. ഈ അമ്മ ജിറാഫ് പിന്നാലെ ഓടും, അതിൻ്റെ പിന്നാലെ ഓടും. അത് വളരെ ഉറയ്ക്കാത്ത കാലുമായിട്ട് ഇങ്ങനെ ഓടി 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 പോകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഈ അമ്മ ജിറാഫ് അതിൻ്റെ പിന്നാലെ ഓടിയിട്ട് വീണ്ടും അതിൻ്റെ പുറകിലിട്ട് 2 ചവിട്ട് കൂടെ കൊടുക്കും, 2 ചവിട്ട് കൊടുക്കും. അപ്പോൾ അത് വേഗത കൂടും. വീണ്ടും അതിനെ വേഗത കൂടുമ്പോൾ ഈ അമ്മ ജിറാഫ് അതിൻ്റെ കൂടെ വേഗത്തിലോടും, ഓടി ഓടി അതിൻ്റെ പിന്നാലെ പോയിട്ട് വീണ്ടും ചവിട്ടും. അപ്പോൾ അത് വീണ്ടും ശക്തി കൂട്ടും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ ഒരു സംഭവം നമ്മൾ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന എന്താണ്? എത്ര ക്രൂരയാണ് ഈ അമ്മ ജിറാഫ് ഈ താൻ പ്രസവിച്ചിട്ട കുഞ്ഞു ജിറാഫിനോട് കാട്ടുന്നത്. എത്രമാത്രം ക്രൂരതയാണെന്ന് നമ്മൾ ചിന്തിച്ചാലും പ്രിയപ്പെട്ട മക്കളെ, ഈ അമ്മ കാട്ടിക്കൊടുക്കുന്ന വലിയൊരു പാഠം ഉണ്ട്. കാരണം മക്കളെ, നീ വന്ന് പിറന്നിരിക്കുന്നത് ഒരു വലിയ വനത്തിലാണ്. അവിടെ പാമ്പും പഴുതാരയും തേളും ഒന്നും മാത്രമല്ല അവിടെയുള്ളത്. അവിടെ എന്തുണ്ട്? കടുവയുണ്ട്, പുലിയുണ്ട്, സിംഹമുണ്ട്, ക്രൂരഹിംസ ജന്തുക്കൾ ഇവിടെയുണ്ട്. അവിടെയാണ് നീ ജനിച്ചു വീണിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ ജനിച്ചു വീണ് ഇങ്ങനെ കിടന്നാൽ, ഒരു 6 മാസം വരെ അമ്മയുടെ മുലപ്പാൽ കുടിച്ച് നീ ഇങ്ങനെ കിടന്നാൽ, മക്കളെ, ഹിംസ്ര ജന്തുക്കൾ നിന്നെ ആക്രമിക്കാൻ വരുമ്പോൾ നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അതുകൊണ്ട് നീ ജനിച്ചു വീണ ഉടനെ തന്നെ നീ എന്ത് ചെയ്യണം? നിന്റെ കാലുകൾക്ക് ശക്തി ഉണ്ടാകണം,
നീ നടക്കാൻ പഠിക്കണം, ഓടാൻ പഠിക്കണം. ആ മൃഗങ്ങളെക്കാളും വേഗത്തിൽ ഓടി നിന്റെ ജീവനെ സംരക്ഷിക്കുവാൻ നിനക്ക് കഴിഞ്ഞില്ല എങ്കിൽ നിന്റെ ജീവൻ അത് അപകരിക്കും, നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള യാഥാർത്ഥ്യം ഈ അമ്മ ജിറാഫ് കുഞ്ഞിനെ പഠിപ്പിച്ചു കൊടുക്കുകയാണ് ഈ കൊച്ചു കൊച്ചു വേദനയിലൂടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ വേദനകളും പ്രശ്നങ്ങളും രോഗങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ ദൈവം നിന്നെ തള്ളിക്കളയുകയല്ല. നിന്നെ ഓരോ നിമിഷവും ദൈവം നിന്നെ കരുത്താക്കിക്കൊണ്ടിരിക്കുകയാണ്, ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെ, പ്രതിസന്ധികളെ അതിജീവിക്കാനുള്ള കരുത്ത് ദൈവം നമുക്കോരോരുത്തർക്കും നൽകിക്കൊണ്ടേയിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അല്ലാതെ നമ്മളെപ്പോലെ ജനിച്ചു വീണ് ഒരു 10 മാസം ആകുമ്പോൾ പതുക്കെ പതുക്കെ അമ്മയുടെ അമ്മിഞ്ഞ കുടിച്ചുകൊണ്ട് എഴുന്നേറ്റ് നടക്കട്ടെ എന്ന് വിചാരിച്ച് ഈ ജിറാഫ് അങ്ങനെ ഇരുന്നാൽ ഇനി ഒരു 25 വർഷം കഴിയുമ്പോൾ അത് നേരെ ജിമ്മിലൊക്കെ പോയി നല്ല മസിലൊക്കെ വച്ച് ജിമ്മൊക്കെ ആയി നല്ല ജിമ്മനായി ഓടി നടക്കട്ടെ എന്നൊക്കെ വിചാരിച്ചാൽ അതിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോവുകയുള്ളൂ. ആ ബോധ്യം ഈ അമ്മ ജിറാഫിനുള്ളത് കൊണ്ട് തൻ്റെ കുഞ്ഞിനെ ചില കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ ആ കുഞ്ഞിലേക്ക് ആ വേദനകൾ കൊടുത്ത് കുഞ്ഞിനെ ഓടാൻ പഠിപ്പിക്കുന്നു. തൻ്റെ ജീവനെ അപകടങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി ഈ അമ്മ ജിറാഫ് അതിനെ നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ പറയുന്നുണ്ട്, തിരുവചനത്തില് ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ ജെറമിയ 23:23 എന്ന് വായിച്ചേ. ജെറമിയ പ്രവാചകന്റെ പുസ്തകത്തിൽ 23:23 എന്ന് വായിച്ചേ. ജെറമിയ 23:23. കർത്താവ് ചോദിക്കുന്നു, ദൈവം നിന്നോട് ചോദിക്കുന്നു. എന്താ ചോദിക്കുന്നത്? സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വചനം ചോദിക്കുന്നു, കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വീണ്ടും വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? കർത്താവിന്റെ വചനം ജെറമിയ 23:23 വചനം ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങളുടെ ദൈവം? നീ വിദൂരത്തായിരുന്നാലും ഞാൻ നിന്റെ ദൈവമല്ലേ? ഞാൻ എവിടെയായിരുന്നാലും മക്കളെ ഞാൻ നിന്റെ ദൈവമാണ്. ഞാൻ അടുത്തായിരുന്നാലും അകലെയായിരുന്നാലും ഞാൻ നിന്റെ ദൈവമാണ്. നിന്റെ കണ്ണുനീര് കാണുന്ന ദൈവമാണ്, നിന്റെ പ്രശ്നങ്ങൾ കാണുന്ന ദൈവമാണ്, നിന്റെ മുറിവുകൾ കാണുന്ന ദൈവമാണ്, നിന്റെ പ്രയാസങ്ങൾ കാണുന്ന ദൈവമാണ്. അതുകൊണ്ട് അകലെ ഇരുന്നു കൊണ്ട് നിന്റെ പ്രശ്നങ്ങളെ കാണാതിരിക്കുന്ന ഒരു ദൈവമേ അല്ല. നിന്റെ പ്രശ്നങ്ങളിലും നിന്റെ പ്രയാസങ്ങളിലും നിന്റെ ദുഃഖങ്ങളിലും നിന്റെ ദുരിതങ്ങളിലും നിന്നിലേക്ക് ഇറങ്ങി വരുന്ന ഒരു ദൈവമാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയ. കർത്താവ് ചോദിക്കുന്നു, സമീപസ്ഥനായിരിക്കുമ്പോൾ മാത്രമാണോ ഞാൻ നിങ്ങൾക്ക് ദൈവം? വിദൂരത്തിലായിരിക്കുമ്പോഴും ഞാൻ ദൈവമല്ലേ? ദൈവം നിന്റെ കൂടെയുണ്ട് മക്കളെ, ദൈവം നിന്റെ കൂടെയുണ്ട്. എല്ലായ്പ്പോഴും നിന്റെ പ്രതിസന്ധികളിലും ദുഃഖങ്ങളിലുമൊക്കെ, നിന്റെ വേദനകളിലും നൊമ്പരങ്ങളിലുമൊക്കെ ദൈവം നിന്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യം വായിച്ചേ. യെശയ്യായുടെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തിന്റെ 26 മുതൽ വാക്യങ്ങൾ വായിച്ചേ. കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വച്ചുകെട്ടുകയും
തന്റെ തന്റെ പ്രഹരം കൊണ്ടുണ്ടായ മുറിവുകൾ സുഖപ്പെടുത്തുകയും ചെയ്യുന്ന ദിവസം ചന്ദ്രപ്രകാശം സൂര്യന്റെ ശോഭ പോലെയും സൂര്യപ്രകാശം 7 ദിവസങ്ങളിലെ പ്രകാശം ഒന്നിച്ചുണ്ടായിരുന്നത് എന്ന പോലെ 7 ഇരട്ടിയാകും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി. വചനം പറയുന്നു, കർത്താവ് തന്റെ ജനത്തിന്റെ മുറിവുകൾ വച്ചുകെട്ടും. നീ ഇന്ന് അനുഭവിക്കുന്ന മുറിവുകൾ തമ്പുരാൻ വച്ചുകെട്ടും മക്കളെ. കാരണം എന്താ? മുറിവേറ്റവനറിയാം മുറിവിൻ്റെ ആഴം. വേദനിക്കുന്നവനറിയാം അവന്റെ വേദന എന്താണെന്ന്. തളർന്നവനറിയാം തളർന്നു വീണവന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കണ്ണുനീരൊഴുക്കിയവനറിയാം ആ കണ്ണുനീര് എന്തിനു വേണ്ടിയിട്ടാണ് എന്ന്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. നീ കരയുമ്പോൾ നിന്റെ കണ്ണുനീരിനെ മനസ്സിലാക്കുന്ന, നിന്റെ ഹൃദയത്തിന്റെ നൊമ്പരമറിയുന്ന, നിന്റെ മുറിവുകൾ വച്ചുകെട്ടുന്ന ഒരു ശക്തനായ ദൈവം നമുക്കുണ്ട്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 30-ാമത്തെ അധ്യായത്തില് ഇപ്രകാരം കർത്താവിന്റെ വചനം 19 മുതൽ വാക്യം വായിച്ച്. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. ഇനി നീ കരയുകയില്ല. മക്കളോട് പറയുക, നമ്മളോട് പറയുക, മക്കളെ ഇനി നീ കരയുകയില്ല. വചനം പറയുന്നു, വായിച്ചേ. ജെറുസലേമിൽ വസിക്കുന്ന സിയോൻ ജനമേ, ഇനിമേൽ നീ കരയുകയില്ല. ഇനിമേൽ നീ കരയുകയില്ല. നിന്റെ വിലാപസ്വരം കേട്ട് അവിടുന്ന് കരുണ കാണിക്കുന്ന ഒരു ദൈവം എന്നോട്, നിന്നോട്, നമ്മോട് കൂടെയുണ്ട്. നിന്റെ വിലാപസ്വരം കേട്ട് നീ അനുദിന ജീവിതത്തിൽ നിന്റെ കഷ്ടതയെ, നിന്റെ ദുഃഖങ്ങളെ ഓർത്ത് കണ്ണുനീരോടുകൂടെ നീ നിലവിളിക്കുമ്പോൾ നിന്റെ നിലവിളിയുടെ സ്വരം കേൾക്കുന്ന ഒരു ദൈവം പറയുകയാണ്, അവിടുന്ന് കരുണ കാണിക്കും. നിന്റെ വിലാപസ്വരം കേട്ട് നിന്നോട് കരുണ കാണിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വീണ്ടും വചനം പറയുന്നു, അവിടുന്ന് അത് കേട്ട് നിനക്ക് ഉത്തരമരുളും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മേൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ പ്രാർത്ഥനയ്ക്ക് മേൽ ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. അതുകൊണ്ട് വചനം പറയുന്നു, അത് കേട്ട് അവിടുന്ന് നിനക്ക് ഉത്തരം നൽകും. വീണ്ടും, കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കണ്ടോ, നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന, നിന്നോട് കരുണ കാട്ടുന്ന, നിന്റെ വേദനകൾ ചേർത്ത് പിടിക്കുന്ന, നിന്റെ വേദനകൾ പങ്കുചേരുന്ന ഒരു ദൈവം നമുക്കുണ്ട് മക്കളെ. ആ കർത്താവ് നമ്മോട് പറയുന്നു, ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. നീ വിളിക്കുമ്പോൾ നിനക്ക് ഉത്തരം നൽകുന്ന ഒരു ദൈവമുണ്ട്. മറിയം കണ്ണുനീരോടുകൂടെ, മഗ്ദലന മറിയം കണ്ണുനീരിനോടുകൂടെ കർത്താവിൻ്റെ ഉദ്ധാന ദിവസം കല്ലറയിലേക്ക് ഓടിപ്പോയപ്പോൾ അവൾ നോക്കിയപ്പോൾ കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിവെച്ചിരിക്കുന്നു. അവൾ എത്തി നോക്കിയപ്പോൾ യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്ത് യേശുവിനെ കാണാനില്ല. യേശുവിനെ അടക്കം ചെയ്ത സ്ഥലത്ത് യേശുവിനെ കാണാനില്ല. അവൾ കണ്ണുനീരോടുകൂടി നിൽക്കുമ്പോൾ യേശു അവളുടെ അരികിൽ വന്നിട്ട് ചോദിക്കുകയാണ്, സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? വീണ്ടും അവിടുന്ന് ചോദിച്ചു, നീ എന്താണ് അന്വേഷിക്കുന്നത്? പ്രിയപ്പെട്ടവരെ,
ഈ ലോകത്ത് ഒരു മനുഷ്യരും നമ്മോട് ചോദിക്കുന്നത് നീ എന്തിനാണ് കരയണതെന്ന്. നീ ആരെയാണ് അന്വേഷിക്കുന്നത്? ഈ ലോകത്ത് ആരും നിനക്കില്ല. നിന്നെ ആശ്വസിപ്പിക്കാനോ ഒരു വാക്കു പറയുവാനോ ഈ ലോകത്ത് ഒരു മനുഷ്യനുമില്ല. പക്ഷെ കർത്താവ് ചോദിക്കുന്നു, നീ എന്തിനാ കരയണത്? നീ ആരെയാ അന്വേഷിക്കുന്നത്? പ്രിയപ്പെട്ട മക്കളെ, വചനം പറയുന്നു, കർത്താവ് നിന്നെ കഷ്ടതയുടെ അപ്പം ക്ലേശത്തിന്റെ ജലവും തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നിന്റെ നയനങ്ങൾ നിന്റെ ഗുരുവിനെ ദർശിക്കും. ഒരിക്കലും മറിയുന്ന ദൈവമല്ല. നീ ഈ കഷ്ടതയിലൂടെ നടക്കുമ്പോഴും അവിടുന്ന് നിന്നോട് അരുൾ ചെയ്യുന്നു. എന്താ വചനം പറയുക? അവിടുന്ന് പറയുന്നു, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ, നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. ഒരു സ്വരം ശ്രവിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും. എന്താ സ്വരം? ഇതാണ് വഴി, ഇതിലേ പോവുക. ഇതിലേ പോവുക. ഹല്ലേലൂയാ, ഹല്ലേലൂയ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ. നീ വലത്തോട്ടോ ഇടത്തോട്ടോ പോകുമ്പോൾ ഒരു സ്വരം നിന്റെ കാതുകൾ കേൾക്കും. ഒരു സ്വരം നിന്റെ കാതുകൾ പിന്നിൽ നിന്ന് ശ്രവിക്കുന്നു. ഇതാണ് വഴി, ഇതിലേ പോവുക. വഴിതെറ്റിപ്പോകുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ പതറിപ്പോകുമ്പോൾ വഴികാട്ടി നേർവഴിയിലേക്ക് നയിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് മക്കളെ. കാരണം എൻ്റെ മുറിവിൻ്റെ, എൻ്റെ വേദനയുടെ ആഴം അവന് മനസ്സിലാക്കാൻ കഴിയും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി. തിരുവചനം ഇപ്രകാരം പറയുന്നുണ്ട്. 1 കൊരിന്ത്യർക്കാർക്ക് എഴുതിയ വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 1-ാമത്തെ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായം 13-ാമത്തെ വാക്യം പറയുന്നു, മനുഷ്യ സാധാരണമല്ലാത്ത ഒരു പ്രലോഭനവും നിങ്ങൾക്ക് നേരിട്ടിട്ടില്ല. ദൈവം വിശ്വസ്തനാണ്. നിങ്ങളുടെ ശക്തിക്ക് അതീതമായ പ്രലോഭനങ്ങൾ ഉണ്ടാകാൻ അവിടുന്ന് അനുവദിക്കുകയില്ല. വീണ്ടും പ്രലോഭനങ്ങൾ ഉണ്ടാകുമ്പോൾ അവയെ അതിജീവിക്കാൻ വേണ്ട ശക്തി അവിടുന്ന് നിങ്ങൾക്ക് നൽകും. പ്രിയപ്പെട്ടവരെ, നിന്റെ ജീവിതത്തില് ഈ പ്രശ്നങ്ങളും പ്രലോഭനങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും വേദനകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത്, ശക്തി, ബലം ദൈവം നിനക്ക് നൽകും. ഈ പ്രതിസന്ധികളെ മറികടക്കാനുള്ള കരുത്ത് ദൈവം നിനക്ക് നൽകും. ഈ പ്രശ്നങ്ങളെ മറികടക്കാനുള്ള കരുത്ത് ദൈവം നിനക്ക് തരും. അതുകൊണ്ട് നീ പതറിപ്പോകണ്ട. ശക്തനായ ഒരു ദൈവം നമുക്കുണ്ട്. വീണ്ടും വിശുദ്ധ പൗലോസ് ഇപ്രകാരം കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 12-ാമത്തെ അധ്യായം 10-ാമത്തെ വാക്യം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യർ സഭയ്ക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിലെ 12:10 പറയുന്നുണ്ട്. വായിച്ചേ. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ വചനം പറയുന്നുണ്ട്, ബലഹീനതയിലോ കർത്താവിന്റെ വചനം പറയുന്നു, നീ ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനിൽ സന്തുഷ്ടനാണ്. എന്തെല്ലാം പ്രയാസങ്ങൾ വന്നാലും നീ ആശ്രയിക്കേണ്ടത് ക്രിസ്തുവിലാണ്. എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും
നീ ശരണം പ്രാപിക്കേണ്ടത് ക്രിസ്തുവിലാണ്. മനുഷ്യരിൽ നീ ആശ്രയിക്കരുത്. മനുഷ്യരിലേക്ക് നിന്റെ പ്രയാസങ്ങളും നിന്റെ ദുഃഖങ്ങളും പങ്കുവെക്കേണ്ട കാര്യമില്ല. നീ ദൈവത്തിലേക്ക് ആശ്രയിക്ക. നിന്നെ നോക്കി അവർ വളരെ സങ്കടത്തോട് ചിലപ്പോൾ നിന്നോടുകൂടി ഇരിക്കാം. പുറംതിരിഞ്ഞ് നിനക്കെതിരായി ഗോഷ്ഠി കാണിച്ചുകൊണ്ട് കടന്നു പോകുന്നവരാണ് മനുഷ്യർ. എന്നാൽ പ്രിയപ്പെട്ട മക്കളെ, നിന്റെ ജീവിതത്തിൽ ആക്ഷേപങ്ങളോ പരിഹാസങ്ങളോ അത്യാഹിതങ്ങളോ വേദനകളോ ഉണ്ടാകുമ്പോൾ പ്രിയപ്പെട്ട മക്കളെ, നിങ്ങൾ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടരാവുക. വചനം പറയുന്നു, എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വിശുദ്ധ പൗലോസ് ഗലാത്തി 2:20 പറയുന്നു. വിശുദ്ധ പൗലോസ് ഗലാത്യർക്കുള്ള ലേഖനം 2:20 നമ്മോട് പറയുന്നു, ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിതനായിരിക്കുന്നു. ക്രിസ്തു അനുഭവിച്ച പീഡകളോട് വേദനകളോട് ഞാനും നിങ്ങളും ചേർന്നിരിക്കുന്നു. അവിടെ നിന്ന് അനുഭവിച്ച വേദനകൾ നമുക്കറിയാം. നമ്മളെല്ലാവരും തന്നെ ആ പീഡകളോട് വേദനകളോട് നമ്മൾ ചേർന്നിരിക്കുന്നു. വീണ്ടും വചനം പറയുന്നു, ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ, നിന്റെ വേദനകളും നിന്റെ പ്രയാസങ്ങളും നിന്റെ ദുഃഖങ്ങളും നിന്റെ ദുരിതങ്ങളും മനസ്സിലാക്കുന്ന, അറിയുന്ന, നൊമ്പരങ്ങളേറ്റ, വേദനകളേറ്റ, ആ മുറിവുകളേറ്റ, മുറിവിൻ്റെ ആഴം അറിയുന്ന ഒരു കർത്താവ് എനിക്കും നിനക്കുമുണ്ട്. അതുകൊണ്ട് അവിടുന്ന് നിനക്ക് കഷ്ടതയുടെ അപ്പം തന്നാലും ക്ലേശത്തിൻ്റെ ജലം തന്നാലും നിന്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല. നീ അവിടുത്തെ ദർശിക്കും. നീ വലത്തോട്ടോ ഇടത്തോട്ടോ പോകുമ്പോൾ പിന്നിൽ നിന്ന് നിന്റെ കാതുകളിൽ ഒരു സ്വരം ശ്രവിക്കും, ഇതാണ് വഴി, ഇതിലേ പോവുക. അതുകൊണ്ട് ഒരിക്കലും ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമുക്ക് തോന്നും, നമ്മുടെ മാതാപിതാക്കൾ ചില വേദനകൾ നമുക്ക് നൽകുമ്പോൾ, ചില ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളെ കുറ്റപ്പെടുത്തുമ്പോഴും ഉപദേശങ്ങൾ നൽകുമ്പോഴും നമുക്ക് പലപ്പോഴും അത് വേദനയായിട്ട് തോന്നിയേക്കാം. എന്നാൽ ആ അമ്മ ജിറാഫ് തൻ്റെ കുഞ്ഞിനെ ഓരോ പ്രാവശ്യം കാലുകൊണ്ട് ചവിട്ടുമ്പോൾ അതിന് വേദനിക്കുന്നുണ്ട് എങ്കിലും ആ കുഞ്ഞിന് കൊടുക്കുന്ന വലിയ പാഠം, കുഞ്ഞെ നീ ജീവിക്കാൻ പോകുന്നത് അത്യുഗ്രഹമായ ഒരു വനത്തിലാണ്. അവിടെ പാമ്പും പഴുതാരിയും തേളും മാത്രമല്ല മക്കളെ ഉള്ളത്, ഹിംസ്ര ജന്തുക്കളായ അവിടെ സിംഹമുണ്ട്, കടുവയുണ്ട്, പുലിയുണ്ട്, പുള്ളിപ്പുലിയുണ്ട്. അതൊക്കെ നിന്നെ വേട്ടയാടും. അതൊക്കെ നിന്നെ വേട്ടയാടുമ്പോൾ നീ അതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നിന്റെ കാലുകൾ വേഗത്തിൽ ചലിക്കണം. നീ പതുക്കെ പതുക്കെ ഓടിയാൽ നീ അതിന് ആകാരമായി തീരും. അതുകൊണ്ട് നീ ഓടണം, നീ ഓടണം, നീ ഓടി അതിൽ നിന്ന് അതിജീവിക്കണം. നിന്റെ ജീവനെ നീ രക്ഷിക്കണം, അല്ലെങ്കിൽ നീ അവയ്ക്ക് ആകാരമായി തീരും. നിന്റെ ജീവനെ രക്ഷിക്കാൻ പ്രിയപ്പെട്ട കുഞ്ഞെ, നീ ഈ കഷ്ടത്തിലൂടെ കടന്നു പോകണം. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൽ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മുറിപ്പാടുകളും ഒക്കെ ഉണ്ടാകുമ്പോൾ അതൊക്കെ മനസ്സിലാക്കാൻ കരുത്തുള്ള ഒരു ദൈവം നമ്മുടെ കൂടെയുണ്ട്. ആ ദൈവത്തിനറിയാം നീ അനുഭവിക്കുന്ന വേദന എന്താണ് എന്ന്. അവിടത്തേക്ക് അറിയാം നിന്റെ മുറിവിൻ്റെ ആഴം എന്താണെന്ന്, നിന്റെ കണ്ണുനീരെന്താണെന്ന് അവിടത്തേക്ക് അറിയാം. അതുകൊണ്ട് മഗ്ദലന മറിയത്തോട് ചോദിച്ചതുപോലെ തമ്പുരാൻ ചോദിക്കുന്നു, നീ ആരെയാണ് അന്വേഷിക്കുന്നത്? നീ എന്തിനാ കരയുന്നത്? നിന്റെ വേദനകളും നിന്റെ പ്രശ്നങ്ങൾക്കും പരിഹാരം ഈ ദിവ്യകാരുണ്യനാഥൻ തന്നെയാണ്. ആ ദിവ്യകാരുണ്യനാഥന് മുമ്പിൽ നമുക്കൊരു നിമിഷം കണ്ണുകളടച്ച്, കർത്താവേ, ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ വേദനകൾ, ജീവിതത്തിൽ ഞാൻ അനുഭവിക്കുന്ന ഈ പ്രശ്നങ്ങൾ, ഈ ദുഃഖങ്ങൾ, കർത്താവേ, എനിക്ക് ഈ ലോകത്ത് ആരുമില്ല, എന്നെ ഒരു ആശ്വാസ വാക്ക് നൽകുവാൻ പോലും ആരുമില്ല. കർത്താവേ, നീ മാത്രമേ എനിക്കുള്ളൂ. ജോസഫിനെ പൊട്ടക്കിണറ്റിലേക്ക് വലിച്ചെറിയപ്പെട്ടപ്പോൾ അവിടെ നിന്നും കടന്നു വന്ന ആൾക്കാരിൽ നിന്ന് അവനെ
വേണ്ടി വിലപേശി പണം വാങ്ങിയ സ്വന്തം രക്തബന്ധങ്ങൾ. ആ ജോസഫിനെ സ്നേഹിച്ച ഒരു പിതാവ് അവനോടുകൂടി ഉണ്ടായിരുന്നു. രാജകൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയപ്പോൾ അവനെ പ്രാപിക്കാൻ ആഗ്രഹിച്ച പൊത്തിഫറിൻ്റെ ഭാര്യയുണ്ടായിരുന്നു. ഒരു തെറ്റും ചെയ്യാതെ കൽത്തുറങ്കിൽ അടയ്ക്കപ്പെട്ടപ്പോഴും അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. ഈ പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം അവനെ ഉയർത്തി ആ രാജ്യത്തിൻ്റെ അധിപനാക്കി, സർവത്തിൻ്റെയും കാര്യസ്ഥനാക്കി ദൈവം അവനെ മാറ്റി. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ട മക്കളെ, ജീവിതത്തിൻ്റെ പ്രശ്നങ്ങളിലൂടെയും കഷ്ടപ്പാടിലൂടെയും വേദനകളുടെയും നൊമ്പരങ്ങളുടെയും ഞാൻ നിങ്ങളുമൊക്കെ ചിലപ്പോൾ കടന്നു പോയേക്കാം. ഹാഗാർ കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ കണ്ണുനീരിന് മുമ്പിൽ ദൈവം ഇറങ്ങി വന്നില്ലേ? ആ കുഞ്ഞിൻ്റെ കരച്ചിന് മുമ്പിൽ ദൈവം ഇറങ്ങി വന്നില്ലേ? ഇന്ന് നീ കണ്ണുനീരോടെ വേദനയോടുകൂടെ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ മുമ്പിൽ ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ട്. ദിവ്യകാരുണ്യമായി എൻ്റെ ഉള്ളിൽ, നിൻ്റെ ഉള്ളിൽ കടന്നു വന്ന് നിന്നെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം. കർത്താവേ, എൻ്റെ മേൽ കടന്നു വരണമേ. എൻ്റെ വേദനകളിൽ, എൻ്റെ ദുഃഖങ്ങളിൽ, എൻ്റെ ദുരിതങ്ങളിൽ, എൻ്റെ കടഭാരങ്ങളിൽ, എൻ്റെ കുടുംബ പ്രശ്നങ്ങളിൽ, എൻ്റെ കുടുംബത്തിലെ പ്രതിസന്ധികളിൽ, കർത്താവേ, ഞങ്ങളുടെ കുടുംബത്തെ തകർക്കുന്ന പ്രശ്നങ്ങളിൽ, പ്രയാസങ്ങളിൽ, ഭാരങ്ങളിലെല്ലാം നീ കടന്നു വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുട്ടിന്മേൽ നിൽക്കാം. എല്ലാവരും മുട്ടിന്മേൽ നിന്ന് അവിടുത്തെ കരുണയ്ക്ക് മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ഭക്തിയാ വണങ്ങുക പാടി അവിടുത്തെ ആരാധിച്ചുകൊണ്ട് നമുക്ക് അവിടുത്തെ ആസ്വാദം സ്വീകരിക്കാം. സാഷ്ടാംഗം വീണുമ ഏറ്റം മഹത്തമേ നവ്യനിയമത്തിൻ കർമ്മങ്ങൾ വന്നല്ലോ, പൂർവികം സാധനം മാറി നിൽപ്പൂ. ഇന്ദ്രിയങ്ങൾക്ക് പോരായ്മയൊക്കെ തീർക്കുക വിശ്വാസ ദിവ്യദീപ്തി. ദൈവപിതാവിൻ തന്നെ ഗജാതനം സ്തോത്രമുണ്ടാകണം എന്നുമെന്നും. പാവനാവീരം ഔവീരം നിസ്തുലം സ്തോത്രമുണ്ടാകണം നിത്യകാലം. സ്വസ്തിയും കീർത്തിയും ശക്തിയുമാർന്നെന്നും വാഴുക ത്രിത്വൈക ദൈവമാമേൻ. സ്വർഗത്തിൽ നിന്നവർക്കപ്പമേകിയല്ലോ, എല്ലാ സ്വാദം നിറഞ്ഞപ്പമേകിയല്ലോ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ തിരുക്കുമാരന്റെ പീഡാനുഭവത്തിന്റെ സ്മാരകമായി വിസ്മയവകമായി ഉദാശ ഞങ്ങൾക്ക് നൽകിയല്ലോ. അവിടുത്തെ പരിത്രാണത്തിന്റെ ഫലം ഞങ്ങൾ നിരന്തരം അനുഭവിക്കുമാറും അവിടുത്തെ തിരു ശരീരത്തിന്റെയും തിരു രക്തത്തിന്റെ രഹസ്യങ്ങളെന്നും വണങ്ങുവാൻ അനുഗ്രഹമല്ലെന്നും നിത്യമാ ജീവിച്ച് വാഴുന്ന അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.